മഴത്തോന്നും വലിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ശരണ്യയാണെങ്കിൽ കോടതിയിൽ സത്യം പറഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ശരണ്യയുടെ വീട്ടുകാരാണെങ്കിലും നാട്ടുകാരെല്ലാം നമ്മളെ ശരണ്യയെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, നാട്ടുകാർക്കൊക്കെ അറിയണം അത്ര എന്താണെന്ന് നീ പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശരണ്യെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ശരണ്യയുടെ അമ്മയും പറയുന്നുണ്ട്, ഇതാണോ നിൻ്റെ അടുത്ത് കോടതി പറയണമെന്ന് പറഞ്ഞ കാര്യം എന്നൊക്കെ ചോദിച്ചു. എന്താ കോടതി പറയേണ്ടതെന്നുള്ള കാര്യം ഞങ്ങൾ നിൻ്റെ അടുത്ത് പറഞ്ഞു തന്നില്ല, നീ ഇരുന്ന് കേട്ടിട്ടൊക്കെ നീ എന്താ പോയി കോടതിയിൽ പോയി കാണിച്ചു വെച്ചെന്നൊക്കെ നമ്മൾ ശരണ്യ അമ്മയാണെങ്കിൽ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഹരിയുടെ അച്ഛനാണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവളെ കൊണ്ട് നീ ശരണ്യ അടുത്ത് പറയിപ്പിച്ചിട്ട് തൻ്റെ മോനെ നീ രക്ഷപ്പെടുത്തിയെടുത്തല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ മനു പറയുകയും ചെയ്യുന്നുണ്ട്, രോഹിത്തിന് പോലും വേണ്ടി സപ്പോർട്ട് ചെയ്ത് ശരണ്യ അടുത്ത് സംസാരിക്കത്തില്ലെന്ന് അലീന പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ രോഹിത്താണെങ്കിൽ വീട്ടിൽ വന്ന ശേഷം നമ്മൾ അലീനാണെങ്കിൽ രോഹിത്തിനെ പോയി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നാണെങ്കിലും നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ശരണ്യയുടെ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ ശരണ്യ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ശരണ്യ പറയുന്നുണ്ട്, തെറ്റിൻ്റെ പേര് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിച്ച് കളയാനാണെങ്കിൽ എനിക്കത് പറ്റത്തില്ല, അതിൻ്റെ കുറ്റബോധം പേറിക്കൊണ്ട് നടക്കാനും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ ശരണ്യാണെങ്കിൽ കൈകൂമ്പിയൊക്കെ വരുന്നത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോ എന്നൊക്കെ നമ്മൾ ശരണ്യ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, കരഞ്ഞൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.